എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷമുള്ള കാര്യം വെച്ചാൽ നമ്മളെ ഗിഫ്റ്റ് ബോക്സിൽ വെക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ കൊറിയർ അയച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ആക്ച്വലി ഇത് എവിടെ നിന്നാണ് വെച്ചാൽ എറണാകുളത്ത് നിന്നാണ് ഇത് അയച്ചിട്ടുള്ള. ആളെ പേര് കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കുട്ടികളുടെ ഡ്രസ്സ്, കുറച്ച് വലിപ്പമുള്ള ഒരു 8ാം ക്ലാസ്സിലും വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വെക്കുന്ന ടൈപ്പ് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കുറച്ച് റെയിൻ കോട്ടുകൾ കേട്ടോ. ഇത് കണ്ണൂരുള്ള ജോ ടാർപോളിംഗ് ഹൗസ് എന്ന് നമ്മൾ ഒരു ഷീറ്റ് വാങ്ങിയിരുന്നേ. അതായത് നമ്മളെ ഇവിടെയുള്ള നാട്ടിലുള്ള ഒരു വീട് മൊത്തം ചോർന്നില്ലേ, ഓടിട്ട വീടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഷീറ്റ് വാങ്ങിനെ. അപ്പോൾ അവിടുന്ന് വാങ്ങിയപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ കേട്ടോ കുറേ പിന്നെ നമ്മളെ കോട്ടില്ലേ, റെയിൻ കോട്ട്, വണ്ടി പോകുമ്പോഴത്തെ റെയിൻ കോട്ടുകൾ, പിന്നെ കുറേ ഷീറ്റുകൾ കേട്ടോ, ചെറിയ ചെറിയ ഷീറ്റുകൾ കേട്ടോ. ഈ വീട്ടിൽ ഓരോ ആവശ്യത്തിന് ഉപയോഗിക്കപ്പെട്ട സംഗതികളാണ്. അത് അവരെ ഇങ്ങോട്ട് തന്ന് പിന്നെ കുറച്ച് റെയിൻ കോട്ടുകൾ നോക്കിയിട്ട് നല്ല അടിപൊളി കോട്ടുകളാണ്. വലിയ റെയിൻ കോട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് നോട്ട് ബുക്സുകൾ കൊണ്ടുതന്നിട്ടുണ്ട്. അനുശ്രീ കരികക്കുഴി ഉള്ള നമ്മളെ കസ്റ്റമറാണ്. നോട്ട് ബുക്കുകൾ കാര്യങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സിന് ഇപ്പോൾ ഒരുപാട് സഹകരണങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഗിഫ്റ്റ് ബോക്സിൽ നിന്ന് കിറ്റുകൾ ഏതാണ്ട് ഒരു 10-20 കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പോൺസേഴ്സ് ആയിട്ട് ഇപ്പോൾ അടുത്ത മാസം ഒരു 25 കിറ്റ് കൊടുക്കേണ്ട സ്പോൺസർ ആയിട്ടുണ്ട്. അത് കണ്ണൂരുള്ള ഒരു ലിവ ട്രാവൽസ് ഓണറെ ഭാര്യേൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം 1-ാം തീയതി. അപ്പോൾ അന്ന് കൊടുക്കാൻ വേണ്ടി 25 കിറ്റുകളാണ് ഒരു സ്പോൺസർ ആയിട്ടുള്ള. അത് ഒരു 4 ഫാമിലിക്ക് ഒരു മാസം കഴിക്കാനുള്ള ഒരു കിറ്റാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മൾ വലിയ കിറ്റും ഉണ്ട്, ചെറിയ കിറ്റും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു കിറ്റ് സ്പോൺസർ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പം അത്യാവശ്യം ചിലവ് കുറഞ്ഞ് ബാക്കിയുള്ളവർ ഇതിങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഇതുപോലുള്ള സപ്പോർട്ടുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഗിഫ്റ്റ് ബോക്സുകൾ ഓരോ പഞ്ചായത്തിലും വരിക, ഓരോ സ്ഥലത്തും വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അശ്വതി വരൂലേ? അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാകണമെന്നാണ് പറയാനുള്ള. പിന്നെ നമ്മളെ കിറ്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൂരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ കിറ്റ് ഇപ്പം സപ്ലൈ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചുറ്റുവട്ടം തന്നെ ഒരുപാടുണ്ട്. ഇനി ഒരുപാട് വെരിഫിക്കേഷൻ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സമയം നമുക്കും തിരക്ക് കുറച്ച് ഒഴിവ് കിട്ടണമല്ല. അപ്പോൾ ഇന്ന് കസ്റ്റമർ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇന്ന് വെരിഫിക്കേഷന് പോയിട്ടുണ്ട്. അതുകൊണ്ട് 10-20 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കിറ്റ് സപ്ലൈ ഇപ്പം സ്റ്റാർട്ടാക്കിയില്ല. അടുത്തുള്ളത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ബോക്സിലേക്ക് കൊടുക്കാൻ വേണ്ടി പലരും ചോദിച്ചതിന് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനതിന് ഒരു QR കോഡാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ വെക്കുക വേണമെന്നില്ല. നമ്മൾ സാധനം എടുക്കുന്ന അനാദി കടയിൽ അവരെ QR കോഡാണ്, നേരെ അവരെ അക്കൗണ്ടിലേക്ക് പോവുക. അപ്പോൾ പൈസ അയക്കുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ മോളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ ആ സ്ക്രീൻഷോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ സാധനം തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മളാക്കിയാൽ നമ്മൾ പൈസ അടുക്കൊന്നും വാങ്ങുന്നില്ല. നല്ല നമ്മൾ വീഡിയോ കാണാത്തവരുണ്ട്, അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം കൂടി പറയുന്നത്. അപ്പോൾ ദൂരെ നമ്മൾ ഗൾഫിൽ നിന്ന്, അതുപോലെ അമേരിക്ക, ലണ്ടൻ, അങ്ങനെ ദൂരത്തു നിന്നുള്ള നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവരൊക്കെ ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഭാഗമാവണമെന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു QR കോഡ് സംവിധാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സഹകരണങ്ങൾ വരുന്നുണ്ട്. നമ്മളെ കുറേ ആൾ വിളിക്കുക വെച്ചാൽ പൈസ ചോദിച്ച് വിളിക്കലുണ്ട്. അപ്പോൾ വലിയ കടങ്ങൾ മറ്റുള്ള പറ്റുന്ന ആൾക്കാർ വിളിക്കില്ല. അപ്പോൾ വലിയ കടങ്ങൾ വിട്ടാൽ നമുക്ക് പറ്റൂല. പക്ഷേങ്കിൽ അവരെ പട്ടിണി മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ പൈസ ചോദിക്കുന്ന ആൾക്കാർ ആരെങ്കിലും അപ്പോൾ ഇങ്ങനെ പൈസ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതൊന്ന് മനസ്സിലാക്കുക. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൈസ ചോദിച്ചാൽ അത് കിട്ടൂല. നിങ്ങൾ ഭക്ഷണ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളെ ഭാര്യ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ശ്രുതി, ഇതിപ്പോൾ ബാക്കിലേക്ക് കയറിയ. അപ്പോൾ ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഗിഫ്റ്റ് ബോക്സിൽ സാധനം വെക്കണം എന്നുള്ളവർ ഗിഫ്റ്റ് ബോക്സിൽ കൊണ്ടുവന്ന് വെക്കുക. ദൂരെയുള്ളവർക്ക് ഈ മുകളിൽ കാണുന്ന QR കോഡിൽ പൈസ വയ്ക്കാന്നാണ് എനിക്ക് പറയാനുള്ള. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.